വെൽക്കം ടു ട്രൈബ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ ഒരു ബയറിഷ് മാർക്കറ്റ് ആയിരുന്നു. ഇന്നലത്തെ ക്യാൻഡിൽ അതിന്റെ തലേ ദിവസത്തെ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിന്റെ ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. ലോയിലെത്തിയിട്ടും പക്ഷെ ബ്രേക്ക് ഒന്നും നടന്നിട്ടില്ല. ബ്രേക്ക് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട്. ആ എഫ്ഇജിയിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിന്റെ ലോയിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഇന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണത്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു എഫ്ഇജി ആണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ടിനെയും മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്ന് എന്തെങ്കിലും ന്യൂസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് രണ്ട് ന്യൂസ് USDയിൽ വരുന്നുണ്ട്. ഇന്ത്യൻ സമയം 6 മണിക്കാണ് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി പ്രീവിയസ് ഫിഗർ 0.1%, ഫോർകാസ്റ്റ് 0.2% ആണ്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ കുറച്ച് മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുന്നതാണ്. ഇവിടെ നോക്കിയാൽ കാണാം, പ്രീവിയസിനേക്കാളും മുകളിലാണ് ഫോർകാസ്റ്റ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയാണ്. അതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് 0.1%, ഫോർകാസ്റ്റ് -0.5% ആണ്. വലിയ വ്യത്യാസമുണ്ട് അവിടെ. അതായത് പ്രീവിയസിനേക്കാളും വലിയ വ്യത്യാസത്തിലാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. അവിടെയും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോർകാസ്റ്റിന്റെ തൊട്ട് മുകളിൽ വന്നാൽ മാത്രം പോരാ, പ്രീവിയസിനേക്കാളും മുകളിലുള്ള ഒരു ഫിഗർ വരണം. ഇത് വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ജസ്റ്റ് മുകളിലൊരു ഫിഗർ വന്നാൽ USD സ്ട്രോങ് ആവുകയില്ല, മറിച്ച് USD ഒരു പക്ഷെ വീക്ക് ആവാനാണ് സാധ്യത. അല്ല, നല്ല രീതിയിൽ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ USD സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യുകയാണ്. ഇങ്ങനെയാണെങ്കിൽ പോലും വലിയ രീതിയിലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഇല്ല. ആ ഒരു സമയത്ത് ഒരു പക്ഷെ മൂവ്മെന്റ് കിട്ടി, പിന്നെ പ്രൈസ് ആക്ഷൻ കണ്ടിന്യൂഷൻ ആണ് സംഭവിക്കുക. അപ്പൊ അതൊന്ന് എല്ലാവരും നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഒന്നാമത് ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം. അവസാനത്തെ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ പ്രൈസ് വരുന്നത് 3290, 946, 330966, 3339.043 ആൻഡ് 3320.623. അതുപോലെ 3377.419, അതുപോലെ 3359.766. ഇത്രയാണ് സപ്പോർട്ട് ഏരിയാസിന്റെ പ്രൈസുകൾ. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയാസിന്റെ പ്രൈസുകളിലേക്ക് പോവാം. 3403.002, 3420.399, 3457.495 ആൻഡ് 3440.354. അതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത്. 3434.470. അതുപോലെ ഈ ലൈനിന്റെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് 3471.310.
അതും ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ രണ്ടിന്റെയും പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു ഇത്. മാർക്കറ്റ് എത്തുമെന്ന് പറഞ്ഞൊരു ഏരിയ ആയിരുന്നു. അവിടേക്ക് എത്തി മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് അടുത്തൊരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഒരു തവണ വന്ന് വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വന്നു, വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് വന്നിട്ടുണ്ട്. എനിവേ ഈ ഒരു ലെവലിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു FEG വന്നിട്ട് റീടെസ്റ്റും ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. എന്നിരുന്നാലും ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ കാണാനുണ്ട്. ഒരുപക്ഷെ അവിടേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത ഉള്ള ലെവൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ലൈനിലേക്കാണ് ഏറെക്കുറെ എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നതും ഈ ലെവലിലേക്കാണ്. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുത്തതിന് ശേഷം ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ കുറച്ചു നേരം മാർക്കറ്റ് നിന്നിട്ട് ആണ് ഫോളോ ആവുന്നത്. പിന്നെ പ്രത്യേകിച്ച് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലൊക്കെ ഒരു ചെറിയൊരു സപ്ലൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലെവലിലൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ ഒന്ന് കുറച്ചു നേരം ഒന്ന് നിന്നതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടോ ഒരു ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തെത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ് 3470. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് 3500 ആണ്. അതായത് ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ ഇതാണ് ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മൊമെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പൊ ഇവിടെ മാർക്കറ്റ് ഒരിക്കൽ കൂടി താഴോട്ടേക്ക്, നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാം. സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഈ ഒരു ലെവലിൽ വന്നിട്ട് തട്ടി ഒന്നുകൂടി താഴോട്ടേക്ക് വലിയ രീതിയിലൊരു വീഴ്ച വരാം. അങ്ങനെ വലിയ രീതിയിൽ വീഴ്ച വന്നിട്ട് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തത് എത്തേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അല്ല ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരു കൺഫർമേഷൻ എടുക്കുകയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ എടുത്ത് ഈ ലെവലിന്റെ മുകളിൽ, അതായത് ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് ഇവിടെയാണ്. ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്നുകൂടി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ ആക്ഷൻ തന്നെ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്പെഷ്യലി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ അത് ഇവിടെ നിന്ന് നല്ലൊരു മൊമെന്റ് ആണ് താഴോട്ടേക്ക് വരുന്നതെങ്കിൽ ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത സോണിലേക്ക് വരാം. അല്ലെങ്കിൽ ഒരു വീക്ക് റീടെസ്റ്റ് വന്നിട്ട് കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ ഒരുപക്ഷെ ഇങ്ങോട്ട് താഴോട്ടേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോയിനെ എടുത്തിട്ട് ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു പറഞ്ഞ ഏരിയാസിലൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് അത്യാവശ്യം മോശമില്ലാത്ത ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യതകളും കൂടിയുണ്ട്. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതാണ് പ്രധാനം. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.